നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. ആകാശത്ത് നിന്നും FIR ഇടാനാകില്ല. റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല എന്നും പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടി എടുക്കാനാകില്ലെന്നും ബാലൻ വിശദീകരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൽ ബാലനായിരുന്നു സാംസ്കാരിക മന്ത്രി. സിനിമാ മേഖലയിൽ നിന്നും വ്യക്തിപരമായ പരാതികൾ സർക്കാരിന് കിട്ടിയിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല എന്ന് വീണ്ടും ആവർത്തിച്ചു. പൂഴ്ത്തിവെക്കാൻ മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നുമില്ല എന്നും ബാലൻ പറഞ്ഞു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് WCC സ്ഥാപക അംഗം തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബാലൻ വെളിപ്പെടുത്തി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാദം തള്ളിയ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് സാംസ്കാരിക വകുപ്പിന്റെ അടുത്ത് തന്നെയാണെന്നും വ്യക്തമാക്കി. ഇത് രണ്ടും പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കും. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് പറഞ്ഞ സ്ഥാപക അംഗത്തിന്റെ പേര് ബാലൻ പറഞ്ഞില്ല. കമ്മീഷന് കൊടുത്ത മൊഴികൾ സർക്കാരിന് മുന്നിലില്ല. വ്യക്തിപരമായ പരാമർശമില്ലാത്തതിന്റെ ഭാഗമായി കേവലം ജനറൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുമാകില്ല. ഹേമ കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ പറ്റാത്ത തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. മുഖ്യമന്ത്രി ശക്തമായി ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചതെന്നും AK ബാലൻ പറഞ്ഞു. 400ഓളം പേജുകൾ പുറത്തുവരാത്ത മൊഴികളും രേഖകളുമുണ്ട്. അതൊന്നും കമ്മീഷൻ സർക്കാരിനും തന്നിട്ടില്ല. നടിക്കെതിരായ അതിക്രമത്തെ തുടർന്ന് WCC മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ 3-അംഗ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നത്. 2 വർഷത്തോളം ഇവർ വിഷയങ്ങൾ പഠിച്ചു. കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടിനെ തുടർന്ന് മുഖ്യമന്ത്രി ഉപദേശിച്ച രീതിയിൽ തന്നെ തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് നടക്കുമ്പോൾ ഇത് ഇരുതല മൂർച്ചയുള്ള ഒരു പ്രശ്നമാണെന്ന് കണ്ട് വളരെ അവധാനതയോടെയുള്ള സമീപനമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എടുത്തത്. ഇതിന്റെ ഭാഗമായി മൊഴി പറയാൻ എടുക്കുന്നവർക്ക് കമ്മീഷൻ ഉറപ്പു നൽകി. ആരാണ് പറയുന്നത്, ആർക്കെതിരെയാണ് പറയുന്നത്, വ്യക്തിപരമായി ഒരു രൂപത്തിലും വെളിപ്പെടുത്തില്ല എന്നാണ് കമ്മീഷൻ അറിയിച്ചത്. ഇതേ തുടർന്നാണ് പലരും നിർഭയമായി കാര്യങ്ങൾ പറയാൻ തയ്യാറായത്. ഇതിന്റെ ഭാഗമായി രൂപം കൊണ്ട റിപ്പോർട്ട് സർക്കാരിന് കിട്ടുന്നത് 2019 ഒക്ടോബർ 31-നാണ്. കമ്മീഷൻ നിയോഗിച്ചത് 2017 ജൂൺ മാസത്തിലാണ്. ഇതിന്റെ ഭാഗമായി രൂപം കൊണ്ട റിപ്പോർട്ട് സർക്കാരിന് കിട്ടുന്നത് 2019 ഒക്ടോബർ 31-നാണ്. കമ്മീഷനെ നിയോഗിച്ചത് 2017 ജൂൺ മാസത്തിലാണ്. കമ്മീഷന് വെക്കുമ്പോഴും റിപ്പോർട്ട് ലഭിക്കുമ്പോഴും താൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെന്നും AK ബാലൻ പറഞ്ഞു.